ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO M. ഷുഹൈബ് ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായത്. ഈ മാസം 25-ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നതുവരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നിയമ നടപടികളുമായി സഹകരിക്കുമെന്ന് ഷുഹൈബ് പറഞ്ഞു. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, ഷുഹൈബ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുകയാണ്. ഷുഹൈബിന്റെ മൊഴിയെടുത്തിട്ടുണ്ടോ? എന്താണ് ഈ കേസിന്റെ പുരോഗതി ഇപ്പോൾ? ലക്ഷ്മി, അല്പം നേരം മുൻപാണ് ഇപ്പോൾ MS സൊല്യൂഷൻ CEO ആയിരിക്കുന്ന ഷുഹൈബ് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഷുഹൈബ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതേ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം അപ്പോഴും ഒളിവിൽ കഴിയുന്നതിനിടെയാണ് 25-ന് മുമ്പ് ഷുഹൈബ് ഈ ഒരു ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരുന്നു. ഇതേ തുടർന്നാണ് ഷുഹൈബ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഹാജരായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഷുഹൈബിന്റെ മൊഴിയെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ച് SP മൊയ്തീൻകുട്ടി ആണ് ഇപ്പോൾ ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നത്. നടപടികളുമായിട്ട്, അതായത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായി സഹകരിക്കുമെന്നാണ് ഷുഹൈബ് നൽകുന്നത്. ന്യൂസ് മലയാളത്തോടും മറ്റു മാധ്യമങ്ങളോടും ഒക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഈ കേസ് വന്ന സമയം തൊട്ട് നടപടികളുമായിട്ടും ഈ അന്വേഷണത്തോടും ഒക്കെ സഹകരിക്കുമെന്ന് ഷുഹൈബ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഒളിവിൽ പോകുന്ന സാഹചര്യമായിരുന്നു. അതോടൊപ്പം ഷുഹൈബിനൊപ്പമുള്ള 2 അധ്യാപകരെ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 2ാം പ്രതിയും 3ാം പ്രതിയുമായിരിക്കുന്ന അധ്യാപകരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഷുഹൈബ് നൽകിയ ചോദ്യപേപ്പർ ഉപയോഗിച്ചാണ് തങ്ങൾ ക്ലാസ് എടുത്തതെന്നും അതോടൊപ്പം പ്രസന്റേഷൻ മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്ന വിവരമാണ് ക്രൈംബ്രാഞ്ചിനോട് അധ്യാപകർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറെ സങ്കീർണമായ ഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഷുഹൈബിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ ചോദ്യപേപ്പർ ചോർന്ന കാര്യത്തിൽ കൃത്യമായ ഒരു കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നു എന്ന വിവരമായിരുന്നു അന്വേഷണ സംഘം നമ്മളോടൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്യുന്നതിലൂടെയായിരിക്കും ഈ ഒരു കേസിന്റെ കൃത്യമായ ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ പോകുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഇത്ര കൃത്യമായി ക്വസ്റ്റ്യൻ പേപ്പറുകൾ നൽകുന്ന വിധത്തിൽ തന്നെ ഈ ഒരു പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഉണ്ടാക്കുന്നത് എന്ന് തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഷുഹൈബ് നേരത്തെ പറഞ്ഞതനുസരിച്ച് തങ്ങൾ നേരത്തെയുള്ള പ്രാക്ടീസ് ചെയ്തത് പ്രകാരവും പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ തന്നെ റെഫർ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വീഡിയോയിലൊക്കെ തന്നെ നൽകിയിരുന്നത് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഇതിനകത്ത് ക്രൈംബ്രാഞ്ചും അന്വേഷണ സംഘവും ഒക്കെ തന്നെ ചോദിക്കുന്ന ചോദ്യം ഈ കൃത്യം പാറ്റേൺ, അതായത് 1, 2 നമ്പർ അടക്കം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റും ഈ ഒരു ഷുഹൈബിന്റെ MS സൊല്യൂഷൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘം നൽകുന്ന വിവരം. ലക്ഷ്മി, കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ്.